സഹോദരങ്ങളെ, സഹോദരിമാര്, എല്ലാ ദുഃഖങ്ങളും പടച്ച റബ്ബിനോട് പറയുക. അവനല്ലയോ കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന്, ചലനമില്ലാത്ത കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് പാല് സ്വരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ച അല്ലാഹ്. ആകാശത്തിന്റെ വിരിമാറ് കീറിയിട്ട് ബനൂ ഇസ്രായേലിന്റെ മുമ്പില് മണ്ണും സൽവയും ഇറക്കിക്കൊടുത്ത എന്റെ അല്ലാഹ്, ഈജിപ്തിന്റെ മണലാരണ്യത്തിലൂടെ നടന്നു പോകവേ മേഘങ്ങളെ കൊണ്ട് മൂസാ നബിക്ക് തണല് കൊടുത്ത അല്ലാഹ്, പാരാവാരം പോലെ ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ മുകളിൽ ഒരു വടി കൊണ്ട് ചെങ്കടലിനെ വകഞ്ഞു മാറ്റിയ എന്റെ അല്ലാഹ്, ദൃഷ്ടാന്തം ചോദിച്ചപ്പോ കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് തുരത്തുന്ന ഒട്ടകത്തെ കൊടുത്ത അല്ലാഹ്, ആകാശത്ത് പുഞ്ചിരി പാണിക്കുന്ന ചന്ദ്രകോളത്തെ ഒരു വിരൽ കൊണ്ട് പിളച്ചിക്കൊടുത്ത എന്റെ അല്ലാഹ്, അല്ലാഹുവേ അല്ലാഹുവേ, ഇത്ര നാള് ഞാൻ ചോദിച്ചത് പരമദരിദ്രന്മാരോടാ. പരമദരിദ്രൻ എങ്ങനെയാണ് എന്റെ കടം തീർത്ത് കളയുക? നിന്റെ മുമ്പിൽ ഞാൻ വരികയാണ്, അഹമ്മദ് കബീർ വരികയാണ് പൊട്ടിക്കരഞ്ഞ്, പൊട്ടിക്കരഞ്ഞ് നിന്റെ ഖജനാവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. അല്ലാഹ്, എന്നോട് കരുണ കാണിക്കണേ റബ്ബേ. നിങ്ങളെ ഇന്ന് പോയിട്ട് പാതിരാ സമയത്ത് നിന്റെ കൊച്ചുകൂരയുടെ ഉള്ളിൽ പാതിരാ സമയത്ത് മുസല്ല വിരിഞ്ഞിട്ട് പൊട്ടിച്ച് കരയുക. പേടിച്ചു പാപികൾ കണ്ണുനീരൊഴുക്കേണ്ടതാ. റബ്ബിന്റെ കോപമടക്കുവാൻ അത് നല്ലതാ. പടച്ചറപ്പിനോട് മുസല്ല വിരിച്ചിട്ട് പൊട്ടിക്കരന്നിട്ട് പറയണം, അല്ലാഹുവേ എനിക്കൊരായിരം ആവശ്യമുണ്ട് റബ്ബേ, ആവശ്യം എന്തുണ്ടെങ്കിലും കുളയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. അല്ലാഹുവിന്റെ വാതിലിന് മുട്ട് പടച്ച റബ്ബിനോട് പറയല്ലാഹുവേ നീ തരാറനാ പോവില്ല. അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ എങ്ങനെ പറയണം? പടച്ചറബിനോട് പറയണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ കരച്ചിൽ വന്നിട്ടില്ലെങ്കിൽ കരച്ചിൽ വരുന്നത് പോലെ നീ അഭിനയിക്കണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കരച്ചിൽ വന്നില്ല എന്നാൽ കരയുന്നത് പോലെ നീ അഭിനയിക്കണം. ചില ആളുകൾ പറയാറുണ്ട് വാക്കവിയൊക്കെ അങ്ങനെ കരച്ചിലാണ് സ്വന്തം പിരിക്കാൻ വേണ്ടി. ഇവിടെ മൂടാ നിനക്കത് അറിയാത്തത് കൊണ്ടാണ്. അല്ലാഹുവിനോട് ചോദിക്കുമ്പോ കരച്ചിൽ വന്നില്ലെങ്കിൽ കരച്ചിൽ വരുന്നത് പോലെ അഭിനയിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. ഒരാള് പറയാ ഞാൻ ചോദിച്ച അല്ലാഹ് തരൂല, ഞാൻ പറഞ്ഞ അല്ലാഹ് കേൾക്കൂല എന്നൊരാൾ പറഞ്ഞത് ഇസ്ലാമിന് വെളിയില്ല. തീർച്ചയായിട്ടും അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്താ നീ പറഞ്ഞ അല്ലാഹ് കേൾക്കൂലേ? കേൾക്കൂലേ? എന്താ കേൾക്കാത്തതെന്താ? ആരാ അല്ലാഹ്? ആരാ? യസ്മഉ ഹറകാത്തിൻ നംലതി ഇല സഗറത്തി സമ്മായി ഫിൽ ലൈലത്തിൽ അൽമാ. ആരാ അല്ലാഹ്? ആരാ? യസ്മഉ ഹറകാത്തിൻ നംലതി ഇല സഗറത്തി സമ്മായി ഫിൽ ലൈലത്തിൽ അൽമാ. അന്ധകാര നിബിഡമായ കൂരാകൂരിത്തിന്റെ നടുവിൽ വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന ഉറുമ്പിന്റെ പാദപതന ശബ്ദം പോലും കേൾക്കുന്നവനാണല്ലോ. കൂരാകൂരിട്ടിന്റെ നടുവിൽ വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന കട്ടുറുമ്പിന്റെ ശബ്ദം പോലും കേൾക്കുന്നവനാണല്ലോ. എപ്പോഴാ നടന്നത്? പാതിരാത്രിയിൽ. എവിടെയാ നടന്നത്? വെണ്ണക്കല്ലിന്റെ മുകളിൽ. ആരാ നടന്നത്? പൂനനുറുമ്പ്. അതിന്റെ ശബ്ദം പോലും കേട്ടവൻ അള്ളയാണ്. മനസ്സിലിരുത്തണം ഇത്. തോണി യഥാർത്ഥത്തിൽ ആ തോണിയില് ചെറിയ തോണിയില് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന കടലിന്റെ നടുവിൽ കിടക്കുമ്പോഴും പെങ്ങളെ പേടിക്കുന്നതെന്തിനാ?
നഹുദാതു കസീബിതു ബഹറുബിതു സാഹിൽബിതു ആകെ കിसी ദസ്തു ആവാദ രഹതീയ തുജേ അറാഹുതോ റഹബർബിതു അറഹുറൂബിതു മനസിൽബിതു അല്ലാഹുവല്ലേ നിങ്ങളുടെ കൂടെയുള്ളത്. അതുകൊണ്ട് ഇവിടെ എണ്ണമറ്റ രീതിയിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിച്ചു വാങ്ങിക്കാൻ നിനക്ക് കഴിയണമെമ്പോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു പേരുണ്ട്, സൂറത്ത് മറിയം. ആരാ മറിയമാരാ? ആരാ മറിയമാരാ? ആരുമില്ലാത്ത മരുഭൂമിയുടെ നടുവിലേക്ക് നിറഗർഭിണിയായി. ഏതൊരു പെണ്ണിനും അറിയാമല്ലോ പ്രസവത്തിന്റെ വേദന എത്രയാ. ശരീരത്തിന് 140 എല്ലുകൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഏതു വേദനയാണോ ആ വേദനയാണ് പ്രസവത്തിന്റെ വേദന. പ്രസവത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ നിൽക്കുമ്പോ ഒരാൾ പോലെ സഹായിക്കാനില്ല. അള്ളാന്റെ ഖുർആൻ പറയട്ടെ, ഫഅജാഗൽ മഖാലു ഇലാ തുദിൻ നഖലാ ഖാലത് യാ ലൈതനി മിത്തു കബിരഹാന വകുനത നസിയം മനസിയ. മരണത്തിന് സമാനമായ വേദന. ആ വേദന വന്നിട്ട് കിടക്കുമ്പോ ഒരാൾ പോലെ സഹായിക്കാണില്ല ഉമ്മ. നീലഗിരിയിലെ പെങ്ങള് ആ സമയത്ത് മറിയം ദുആ ചെയ്തു പോയി, അല്ലാഹുവേ ഈ ലൈതനി മിത്തു കബിരഹാന. അല്ലാഹുവേ ഈ പ്രസവം നടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, മരിക്കാൻ ആഗ്രഹിക്കുന്ന വേദന ആ സമയത്താണ് അള്ള പറഞ്ഞത്. ആരാ സഹായിച്ചതാരാ? നിന്നെപ്പോലൊരു പെണ്ണല്ലേ മറിയം. ആരാ മറിയമാരാ? പെങ്ങളെ നിന്നെപ്പോലുള്ളൊരു കൗമാരക്കാരി. ഏത് കൗമാരമാ? ഏത് കൗമാരമാ? അല്ലാഹു പറയുകയാണ്, മറിയമേ. മറിയം നിലവിളിച്ചപ്പോ, തന്റെ സങ്കടം പറഞ്ഞപ്പോ അല്ലാഹു പറയുകയാണ്, മറിയമേ ഫനാദാമിനെ തഹതിഹ അല്ലാ തഹസനി ഖദ് ജഅല റബ്ബുകി തഹതകി സരിയാ. ഓ മറിയമേ, നിന്റെ കാഴ്ചവെച്ചിന് നിനക്ക് കുടിക്കാൻ വെള്ളം തന്നിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി 12 ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടിയലയുന്ന സ്വാനസൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് പുമറേറിയ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തില് കൊച്ചമ്മമാരുടെ പുരോഗമന വാടം കേട്ടിട്ട് ഇസ്ലാമിന്റെ വേഷവിധാനത്തെ തള്ളിയെറിഞ്ഞ പെണ്ണ് ആരാ? മറിയമാരാ? മരുഭൂമിയുടെ നടുവിലിരുന്നിട്ട് അല്ലാഹുവേ എന്നെ സഹായിക്കാൻ ഒരാളുമില്ലെന്ന് കരകുവട്ടി പറയുമ്പോ മറിയമിന് വേണ്ടി മരുഭൂമിയിലെ ജലസരത്തൊരുക്കിയെങ്കിൽ നീലഗിരിയിലെ പെണ്ണേ നിനക്കെന്തേ കഴിയുന്നില്ല? നിനക്കെന്തേ കഴിയുന്നില്ല? അങ്ങനെ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് കടന്നു ചെല്ലണം. അതിനെന്ത് ചെയ്യണം? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് പ്രയാസം മാറണോ? മറിയം ബീവി റളിയല്ലാഹു അൻഹ